ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേ ബി എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരെയും ചിലപ്പം ആ ഒരു പ്രമേയം കൊണ്ട് എത്തിച്ച് കൺവിൻസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് വാട്ട് വി ആർ ഡൂയിങ് ഇസ് നമ്മൾ സ്കൂൾ നടത്തുകയല്ലോ. വി ഹാവ് ക്രിയേറ്റഡ് എ പീസ് ഓഫ് ആർട്ട്. അതുമായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യൂ. അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് പ്രകാരം നിങ്ങൾ എന്ത് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതിനെ വന്നിട്ട് ഒരു ഡിക്റ്റേറ്ററിനെ പോലെ ഇല്ല നിങ്ങൾ ഇത് തന്നെയേ ഫീൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ടതാണ്. അത് കിട്ടാത്ത ആൾക്കാരുണ്ടാവും, കിട്ടണ്ട. അവർക്ക് ചിലപ്പോൾ വേറെ സ്ഥലത്തുനിന്ന് അത് കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടില്ല. ഇതാണ് നമ്മുടെ ലോകത്തിന്റെ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇൻഇക്വാലിറ്റിയും ഓരോ ഇഷ്യൂസും കാര്യങ്ങളും അസമത്വം ഒക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചിലവർക്കത് ഒരിക്കലും അവരുടെ ജീവിതകാലം മുഴുവൻ പോലും ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. പിന്നെ സെക്കൻഡ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കമേഴ്ഷ്യൽ പ്രമേയം അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സ്പേസിൽ കമേഴ്ഷ്യലി ഹിറ്റ് ആവുന്ന ഒരു സ്പേസിലേക്കാണ് ഒരു സിനിമ കൊണ്ടുവരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അക്നോളേജ് ദാറ്റ് അത് എത്തുന്നത് എത്രയോ കോടിക്കണക്കിലുള്ള ആൾക്കാരിലേക്ക് എത്തും. തിയേറ്റർ ഫെസ്റ്റിവലിലേക്കോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സർക്യൂട്ടിലേക്കോ അല്ലെങ്കിൽ OTT റിലീസ് പണ്ടത്തെ പോലെയല്ല, ഇപ്പം മാറ്റമുണ്ട്. അതുപോലെയല്ല ഒരു കമേഴ്ഷ്യൽ ഹിറ്റായിട്ട് കോടികൾ കളക്ട് ചെയ്യുന്ന സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. അവർക്കുണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റീൻ്റെ അളവ് കൂടേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കും. കാര്യം അവിടെ ഇമ്പാക്റ്റ് പോകുന്നത് പലതരം കാറ്റഗറിയിലുള്ള ആൾക്കാരിലേക്കാണ്. സോ യു ബി അവെയർ ഓഫ് ഇറ്റ്. ഞാൻ പറയുന്നത് അത് സ്കൂൾ ചെയ്ത് അത് നമ്മൾ ഞെരുക്കി മറിച്ച്, ആഫ്റ്റർ ഓൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷനാണ്. ഇറ്റ് വിൽ ബി എ റിഫ്ലക്ഷൻ ഓൺ ദി ക്രിയേറ്റർ. ഉണ്ടാക്കുന്ന ആളുടെ മേത്തിലേക്ക് ഒരു മിറർ പിടിക്കുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് എന്ന് നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റും. പക്ഷേ വി ഹാവ് ടു ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് എത്ര കമേഴ്ഷ്യൽ ആവുന്ന സിനിമ അത്രയും ഇമ്പാക്ട് ഇസ് ബിഗർ ആൻഡ് ബിഗർ ആൻഡ് ബിഗർ. അല്ല, ഇപ്പോൾ കമേഴ്ഷ്യൽ ഹിറ്റ് എന്ന് പറയുന്ന പോലെ ഒരു 500 crores കളക്ട് ചെയ്യുന്ന സിനിമ അല്ലാന്ന് വെച്ചോളൂ. കാണുന്ന ആൾക്കാർക്ക് കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടിക്കോട്ടെ. മറ്റുള്ളവർക്ക് അത് തെറ്റി മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും മേ ബി ദാറ്റ് ഈസ് വാട്ട് ആർട്ട് ഈസ്. നോട്ട് എവറിബഡി ഹാസ് ടു ഗെറ്റ് ദ സെയിം മെസ്സേജ്. ഹൗ ക്യാൻ വി ഗെറ്റ് ദ രജനീഷും ഞാനും ഒരു വ്യക്തിയല്ലല്ലോ, നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇവർ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. ഇപ്പം രജനീഷിന് ജയ ജയ ഹേ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കില്ല എനിക്ക് ജയ ജയ കണ്ടിട്ട് ഫീൽ ചെയ്യണം. സോ വി ഹാവ് ടു ആക്സെപ്റ്റ് ആ ഒരു മൾട്ടിപ്പിൾ എക്സിസ്റ്റൻസ് ഓഫ് ഹൗ വി റെസ്പോണ്ട് ടു എ ഫിലിം. തീർച്ചയായിട്ടും. അതോടൊപ്പം ഉള്ളത് ഈ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ കുറച്ചധികം പ്രതിഷേധമോ ഇല്ലെങ്കിൽ കുറച്ചധികം സഫറിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിപ്പോൾ മൈ സ്റ്റോറി കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് WCCയുടെ രൂപീകരണം 2017 നടക്കുന്ന സമയത്തിന് ശേഷം ഇത് കുറച്ചുകൂടെ ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വിട്ടുകൊടുത്തില്ല. പടങ്ങൾ നന്നായിട്ട് വന്നു, ഉയരെ വന്നു. അത് കഴിഞ്ഞിട്ട് വൈറസിന് കിട്ടി. അങ്ങനെ ജേണി വീണ്ടും ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഈ കുറച്ചുകൂടെ നന്നായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നാലേ ഈ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുറച്ചുകൂടെ പണിയെടുക്കേണ്ടി വരും, കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കേണ്ടി വരും, ഒരു ക്ഷീണമില്ലാതെ പണിയെടുക്കേണ്ടി വരും.